പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വണ്ണപ്പുറം അടുത്തുള്ള കോട്ടപ്പാറയുടെ മേളിലാട്ടോ. മോർണിംഗ് റൈഡായിരുന്നു. ചെറിയൊരു ക്ലൗഡ് ബെഡ് കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങോട്ട് കയറി വന്നതാട്ടോ. അപ്പോൾ അതാണ് അവസ്ഥ, ക്ലൗഡ് ബെഡ് ഇല്ല കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ തന്നെ കുറച്ച് പിള്ളേരുടെ അവിടെ ഇരിപ്പുണ്ട്. അവർ രാവിലെ 4 മണി മുതൽ വന്നിരിക്കുന്ന കേട്ടോ. ഇപ്പോൾ 6:30 ഞാനും ഒരു അരമണിക്കൂറായി വന്നിട്ട്, പക്ഷേ ഒരു പൊടി പോലും ഇല്ല കേട്ടോ. സാധാരണ നമുക്ക് ഈ ഒരു സമയത്ത് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇതിപ്പോൾ ഒരു ലെക്ക് പോലെ ഇരിക്കും കേട്ടോ. ഇന്നും കാണാൻ പറ്റിയില്ല. എന്നൊരവസ്ഥ നിർത്തുക. രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്ന കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് സൺറൈസൊക്കെ കണ്ടിട്ട് പോകാം അല്ലേ. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ അതെ ഇതാട്ടോ, ഇങ്ങനെയാണ് കിടക്കുന്നത്. മഴ വരാനുള്ള ഒരു മൊത്തം മൂടിക്കിടക്കും കേട്ടോ. രാവിലെ മഴ ഉണ്ടായിരുന്നു, എനിക്ക് അതുകൊണ്ടാണോ എന്നറിയില്ല. സാധാരണ തലേദിവസമൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലൗഡ് ബെഡൊക്കെ നല്ല രീതിയിൽ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. പക്ഷെ ഇന്നും കാണാൻ പറ്റിയില്ല. രണ്ടാമത്തെ ടൈമാണ് നമ്മളിവിടെ കോട്ടപ്പാറ കയറി വരുന്നത് കേട്ടോ. ഇവിടെ വരാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഈ ഒരു ക്ലൗഡ് ബെഡ് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത്തവണ പ്രകൃതി നമ്മളെ തേച്ചട്ടോ. അപ്പോൾ സൺറൈസ് വരുന്നത് ഇത് നമ്മുടെ ബാക്കിൽ നിന്നാട്ടോ, ആ ഒരു സൈഡിൽ നിന്നാട്ടോ. എനിക്ക് അവിടെ ചെറിയൊരു വെട്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിന്നായിരിക്കും. എനിക്ക് കിഴക്ക് എവിടെയാണ്, തെക്ക് എവിടെയാണ്, വടക്ക് എവിടെയാണെന്ന് ദിശയൊന്നും കറക്റ്റായിട്ടൊന്നും അറിയില്ല കേട്ടോ. കണ്ടത് അവിടെ നിന്നാണ് മച്ചാൻ രാവിലെ തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? എറണാകുളത്ത് നിന്നാ? പ്രോപ്പർ എറണാകുളം. ഓക്കെ. എന്താ ചെയ്യണേ? എല്ലാവരും എറണാകുളത്താ അല്ലേ? നിങ്ങൾ എത്ര മണി പോലെ ഇവിടെ ഇരിക്കുന്നത്? 4 മണി പോലെ. അതെയോ? ഓക്കെ. അപ്പോൾ എപ്പോഴാണ് അവിടെ നിന്ന് പോകുന്നത്? എപ്പോഴാണ് ഇത് ക്ലൗഡ് ബെഡ് കാണാൻ വേണ്ടി തന്നെ പോകുന്നത് അല്ലേ? ഇത് 3G ആയി. സാരല്ല. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ് വന്നായിരുന്നു അല്ലേ? അതെ അല്ലേ? ഇതാണ് ഇപ്പം എനിക്കിങ്ങനെ കുറേ തവണ ഇങ്ങനെ പറ്റിയിട്ടുള്ളതാണ്. പേരെന്താ നമ്പർ ഇവിടെ? ഓക്കെ. സാരല്ല, നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ എന്നൊക്കെ പ്രതീക്ഷിച്ച് വന്നിട്ടുണ്ടോ അന്നൊന്നും കാണാൻ പറ്റിയില്ല. ഇനി പ്രതീക്ഷിക്കാതെ വന്ന് നോക്കണം, അല്ലെങ്കിൽ ഇവിടെ വന്ന് നേരം കൂടാൻ പോകട്ടെ. ഇവിടെ ഒരു ചെറിയൊരു കെട്ടിടമൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങ് തമ്പടിക്കാൻ പോകും. ഒരു 2-3 ദിവസമൊക്കെ ഇവിടെ കിടന്ന് ഫുഡും വയ്ക്കാനുള്ള സ്റ്റവും സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് ഇവിടെ അങ്ങ് കൂടാൻ പോകാട്ടോ. വെറുതെ പറഞ്ഞ കേട്ടോ. കാരണം ഇതൊക്കെ ഒരു ആഗ്രഹമാണ് കാണാൻ പറ്റുമെന്നുള്ളത്. അതും നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് ക്ലൗഡ് ബെഡ് കാണാൻ പറ്റുന്നൊരു സ്പോട്ട് തന്നെ കേട്ടോ. അവിടെ പോയി ഇങ്ങനെ താഴെ പോയി ലാൻഡ് ചെയ്യുള്ളൂ. അല്ല അല്ല ഒത്തിരി അങ്ങോട്ട് പോയിരുന്നാൽ മതി. സെൽഫി എടുക്ക്. ക്ലൗഡ് ബെഡ് കാണാൻ പറ്റുന്നുണ്ട്. അതേ സമയമൊന്നും ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ. പിന്നെ ഒരു വ്യൂ പോയിൻ്റേ ഉള്ളൂ. വ്യൂ പോയിൻ്റ് വലിയൊരു വൈബില്ല കേട്ടോ. അവിടെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ക്ലൗഡ് ബെഡ് തന്നെ കേട്ടോ. അപ്പം അതെന്തായാലും കാണാൻ പറ്റിയില്ല. അപ്പം ഇതാട്ടോ പ്ലേസ് വരുന്നത്. നമ്മുടെ കോട്ടപ്പാറ വണ്ണപ്പുറം ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരമാണുള്ളത് കേട്ടോ. ഇവിടെ വരെ കയറ്റമാണ്. ഇവിടെ ഒരു കടയുണ്ട്. ഇവിടുന്ന് മേളിലേക്ക് കട കയറി പോകണം. പിന്നെ ഇവിടെ നമുക്ക് ഒരു പള്ളിയൊക്കെ കാണാം. ഇവിടെ നിന്ന് 2 ചെറിയ കടകളൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കിട്ടും കേട്ടോ. അപ്പം എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇപ്പം മേളിലേക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം നമുക്കൊരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ ഇത് എന്നൊക്കെ കാണാൻ പറ്റുമെന്ന്. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നു പറഞ്ഞു, ഇന്ന് കണ്ടില്ല, ചിലപ്പോൾ നാളെ ഉണ്ടാവും. അതൊക്കെ അല്ലെങ്കിൽ നമുക്കിവിടെ സാധാരണ തലേദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ വൈകിട്ട് മഴ ഉണ്ടായിരുന്നു. ഞാനത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ എന്തോ നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പോകട്ടോ. ഇനി ഇവിടെ നിന്ന് അടിപൊളി ഡൗൺ ഹില്ലുണ്ട്, വണ്ണപ്പുറം ടൗൺ വരെ. അപ്പം ഡൗൺ ഹില്ലൊക്കെ അടിച്ച് നമുക്ക് നേരെ പോകട്ടോ. വണ്ണപ്പുറം ചെന്നിട്ട് എന്തെങ്കിലും ഫുഡ് അടിച്ചിട്ട് നേരെ 8 മണി കഴിഞ്ഞിട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് മൂടി മൊത്തം കോട കയറി വരുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ
അത്ര ഒരു വൈബില്ല കേട്ടോ. അത് നമുക്ക് പോവാം. അപ്പോൾ അതെ, കോട്ടപ്പാറ നമ്മൾ നിന്നതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഉള്ളൊരു മലയാട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ ഹെയർ പിന്നൊക്കെ ഒരു ഫുള്ളൊരു ഡൗൺ ഹിൽ റോഡ് താഴേക്ക് കാണാം കേട്ടോ. ഈ ലൈൻ കമ്പിയൊക്കെ പോകണമൊക്കെ അവിടെ വലിയൊരു മലയാണ് കേട്ടോ. അത് ഏത് ഏരിയ എന്ന് കറക്റ്റ് അറിയില്ല. കോടയൊക്കെ ഇറങ്ങി വരുന്നതാണ് കേട്ടോ. വെയിലൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ എന്തെങ്കിലും ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ടോയെന്ന് അറിയാനായിട്ട് ഇങ്ങോട്ട് നിന്ന് വന്നതാണ് കേട്ടോ. ഇവിടെ നമുക്കങ്ങനെ വ്യൂ പോയിൻ്റ് ഒന്നുമില്ല. ഇവിടെ വന്നിട്ട് വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ട്. മൊത്തം ഇറക്കം കേട്ടോ. ഇങ്ങോട്ട് പോയാലും ഇറക്കമാണ്, അങ്ങോട്ട് പോകാം. ഇത് എങ്ങോട്ട് പോകുന്ന വഴിയാണെന്ന് അറിയില്ല. ആ ഒരു പ്ലേസൊക്കെ എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇപ്പോൾ നേര്യമംഗലം ആ ഒരു സൈഡാണോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു ഡയറക്ഷനൊക്കെ വെച്ചിട്ടൊരു കാൽക്കുലേഷൻ്റെ പുറത്ത് പറഞ്ഞ കേട്ടോ. കറക്റ്റ് വ്യക്തമല്ല. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളിവിടെ നമ്മുടെ കോട്ടപ്പാറ വരുന്നത് അവിടെയാണ്, ആ ഒരു സൈഡിലാണ്. പിന്നെ ഇവിടെ വരാനായിട്ട് ഡയറക്ഷനൊക്കെ ഗൂഗിൾ മാപ്പിലുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇന്ന് കുറേ പേര് കൂടുതൽ പേരും എറണാകുളം സൈഡിൽ നിന്ന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എറണാകുളത്തു നിന്നൊക്കെ വരുന്നവരാണ്. അപ്പോൾ നിങ്ങളൊരു ഓവർ പ്രതീക്ഷയിലൊന്നും പോരണ്ട. അതായത് ഈ ക്ലൗഡ് ബെഡ് കാണാമെന്നുള്ളൊരു പ്രതീക്ഷയിലൊന്നും പോരണ്ട കേട്ടോ. അതൊക്കെ നമുക്ക് എപ്പോൾ കാണാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ ലോക്കലി ഉള്ള ആരുടെയൊക്കെ നമ്പർ മേടിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട്, എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവരെങ്ങനെ അറിയണമല്ലേ അങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പം ഒരു ഭാഗ്യം പോലെ ഇരിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്ന് അധികം സമയം കളയണ്ട, നമുക്ക് പോവാം കേട്ടോ. ചേച്ചി എവിടെയാണോ? ഇവിടെ തന്നെ അല്ലേ? ഇപ്പോൾ ഇവിടെ ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പം ഈ ക്ലൗഡ് ബെഡില്ല, അത് കാണാനുള്ള പ്രതീക്ഷയിൽ വരുന്നത്. അപ്പം ഏതൊക്കെ ദിവസങ്ങളിൽ വന്നാലേ കാണാൻ പറ്റുമെന്ന് അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റില്ല. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറ്റം വരും. അതെ അല്ലേ? നമുക്ക് തലേദിവസം എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുമോ? ഇത് ഇല്ല, തലേദിവസം മഴ പെയ്താലാണ് ഉണ്ടാവണേ എന്ന് പറയും. പക്ഷേ എല്ലാ ദിവസവും ഉണ്ടായിക്കോളും. അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ ഞാൻ വന്നപ്പോൾ പറഞ്ഞു. ഇന്നലെ കോടയായിട്ടുണ്ടായിരുന്നു, ക്ലൗഡ് ബെഡ് ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത ദിവസങ്ങളിലെ ക്ലൗഡ് ബെഡ് ഉണ്ടായത് കഴിഞ്ഞ 20-ാം തീയതി ശ്രീനാരായണ ഗുരു ജയന്തിയുടെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ എന്തെങ്കിലും സീസൺ, അതായത് ഇപ്പം ഈ ഒരു മഴ ടൈമിലാണ്, ഡിസംബർ ആ ഒരു അങ്ങനെ എന്തെങ്കിലും ഡിസംബറിലൊക്കെ കുറയോ? മഴ വേണം അല്ലേ? മഴ വേണം. ഇനിയിപ്പോ മഴ ഉണ്ടെന്ന് വിചാരിച്ച എല്ലാ ദിവസവും ഉണ്ടാവണം എന്നുമില്ല. അങ്ങനെയല്ലേ? അതെനിക്ക് ഡൗട്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ തലേദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എല്ലാ ദിവസവും കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വന്നത്. അപ്പോൾ ഇനിയിപ്പം സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞല്ലോ. ഇനിയിപ്പം ഈ ഒരു ടൈമിൽ ഇനി കാണാൻ പറ്റില്ല അല്ലേ? മഴ പെയ്ത് കഴിഞ്ഞാൽ കോടയാവും. ഇത് ഏത് ടൈമിലാണ് ഇവിടെ നമുക്ക് അങ്ങനെ ഒരു നല്ല രീതിയിൽ? ഇനിയിപ്പോ അങ്ങനെ പറയുക, നല്ല സമയം രാവിലെ 6:30 കൂടി എത്തിയാൽ മതി അല്ലേ? 6:30 നേരത്തെ ആളുകൾ വരും. പക്ഷെ നമുക്ക് കണ്ണറിയാവുന്ന സമയമാണല്ലോ, കാണാനുള്ള സമയം കിട്ടണം. അന്ന് വെച്ചാൽ വെട്ടം വേണം. തിരക്കുണ്ടോ ഇവിടെ ഉള്ള ദിവസം? തിരക്ക് അങ്ങനെ ഇപ്പൊ കൃത്യമായിട്ട് ആർക്കും അറിയില്ലല്ലോ. പിന്നെ ഞായറാഴ്ച നല്ല തിരക്കുണ്ടല്ലേ? ശരി. അപ്പൊ ചേച്ചിക്ക് ഇവിടെ കടയൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ സ്നാക്സ് ഒക്കെ ഉണ്ടല്ലേ? എപ്പോഴും ഓപ്പൺ ചെയ്യണേ? ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. നേരത്തെ ഓപ്പൺ ചെയ്യേണ്ട വൈകി പോയിന്നുള്ളൂ. ഈ ഡൗൺ ഹിൽ ഇച്ചിരി റിസ്ക് ആട്ടോ, കാരണം വഴി ഭയങ്കര മോശമാട്ടോ. അതുപോലെ തന്നെ വണ്ടി കയറി വന്നില്ല, പിന്നെ നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ്. അപ്പോൾ നമുക്കൊരു ഓവർ കോൺഫിഡൻറ്റിൽ അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ ബ്രേക്കിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് മാത്രം ഇതുപോലെയുള്ള ഡൗൺ ഹില്ലൊക്കെ ഇറങ്ങി വരും കേട്ടോ. ഈ വഴി ഭയങ്കര മോശമാണ്, വീതി കുറവാണ്, കുഴികളുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് വരുമ്പോഴായിരിക്കും ഒരു കുഴി കാണണം. അപ്പം അങ്ങനെ
ഭയങ്കര റിസ്ക് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ ഹൈബ്രിഡ് റോഡൊക്കെ വെച്ച് ഡൗൺ ഹിൽ ചെയ്യുമ്പോൾ MTB ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കൺട്രോൾ ചെയ്ത് ഇറങ്ങി വരാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ണപ്പുറം ടൗണിലേക്ക് വന്നേക്കാം കേട്ടോ. നമ്മൾ ഇതിലെയാണ് രാവിലെ വന്നത് കേട്ടോ. ഈ വഴി റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ വണ്ണപ്പുറം ടൗൺ കേട്ടോ. ലെഫ്റ്റ് നമ്മൾ ഇടുക്കിയൊക്കെ പോകുന്ന വഴി, കട്ടപ്പനയൊക്കെ പോകുന്ന റൂട്ടാട്ടോ. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ടൗണിൽ നിന്ന് കഴിഞ്ഞാൽ കോട്ടപ്പാറ കാണുന്നുണ്ട്. ഇപ്പം മൊത്തം കോട ഇറങ്ങി. അപ്പോൾ നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് തൊടുപുഴ റൂട്ട് പിടിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ എന്തെങ്കിലും ഫുഡ് കഴിക്കുക. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, ആനചാടിക്കുത്ത് എന്ന് പറയും. ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കും. അപ്പോൾ എന്തായാലും ആനചാടിക്കുത്തിലെ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പം ബൈ.